എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടല്ലോ. ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട്. വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് നമുക്ക് എന്താ പറയുക പരിചിതമുള്ള ഒരുപാട് ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളോട് സൗഹൃദം കാണിക്കുന്ന ചില പുരുഷന്മാരുണ്ടായിരിക്കും. എല്ലാവരുമല്ല, ചില പുരുഷന്മാർ. അവർ വളരെ അധികം സൂത്രശാലികളായിരിക്കും. എന്താണ്? വളരെ അധികം സൂത്രശാലികളായിരിക്കും. കാരണം എന്താണെന്നറിയോ? നിങ്ങളോട് സൗഹൃദം നടിക്കും. അവർ അവരുടെ എന്താ പറയുക, ഒരിക്കലും നിലനിൽക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരുപാട് ഇമോഷണൽ ടോക്കിംഗ് ആയിരിക്കും അവർ സംസാരിക്കുക. എനിക്ക് അങ്ങനെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഉണ്ടായി, എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്താ പറയുക സാഡ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കിത് കേൾക്കാൻ, പെൺകുട്ടിയായിട്ടുള്ള നിങ്ങൾക്കിത് കേൾക്കാൻ വളരെയധികം ക്യൂരിയോസിറ്റിയും അയ്യോ പാവമാണല്ലോ, എന്താണ് ഇവൻ്റെ ഒരു കഷ്ടമായി പോയല്ലോ എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാവുകയും അതുമൂലം ഇവരെന്ത് ചെയ്യുന്നു? നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് അവനോട് ഏത് പയ്യനാച്ചാൽ ആ പയ്യനോട് കൂടുതൽ നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താ പറയുക, പേഴ്സണൽ കോൺടാക്ട്സ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റയോ ഒക്കെ നിങ്ങൾ അവർക്ക് കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ഇവൻ പറയും എന്താ പറയുക, എനിക്ക് ക്യാഷിന് അല്പം ടൈറ്റ് ഉണ്ട്, ചെറിയൊരു ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ആഭരണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ച എന്തെങ്കിലും ക്യാഷോ ഒക്കെ എടുത്ത് കൊടുക്കും. അവരെന്ത് ചെയ്യുന്നു? അത് കിട്ടി അടുത്തത് എന്ത് ചെയ്യുന്നു? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നിരന്തരം നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഈ കോണ്ടാക്ട്സ് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇവൻ്റെ ചില സ്വഭാവങ്ങൾ, യഥാർത്ഥ മുഖം നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ മുഖം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും സമയം ഒത്തിരി അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. സമയം ഒത്തിരി അങ്ങ് കഴിഞ്ഞു പോയി എന്നുള്ളതല്ല, പിന്നീട് നിങ്ങളിലുള്ള രഹസ്യങ്ങളും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ ATM നമ്പറും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവനോട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. അവനെന്ത് ചെയ്യുന്നു? എന്താ പറയുക, അവൻ്റെ കൈകൾക്കുള്ളിൽ അല്ലേ, അവൻ്റെ കൈകൾക്കുള്ളിൽ പിടിക്കാവുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അപ്പം നിങ്ങളെന്താ പറയുക, ഇത്തരത്തിലുള്ള എന്താ പറയുക പരിചിതമില്ലാത്ത, നിങ്ങൾക്ക് നേരിട്ട് പരിചിതമില്ലാത്ത ഒരാളോട് നിങ്ങൾ അമിതമായി എന്താ പറയുക വാത്സല്യം കാണിക്കുകയോ അവരെ പൂർണ്ണമായി വിശ്വസിക്കുകയോ അവരോട് നിങ്ങൾ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുകയോ അരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അല്പം ഒരു ഇപ്പോൾ ഒരു 50% ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇത്തരക്കാരോട് നിങ്ങൾ സൗഹൃദം കാണിച്ച് ഒരു 1-2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0% ആയിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കുക അല്ലേ? എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. അവരൊന്നും തുറന്നു പറയില്ല, എന്നാൽ തുറന്നു പറഞ്ഞ എത്രയോ പേര് എനിക്കറിയാം. അതാണ് ഞാൻ പറയുന്നത്. ഓരോ ആളുകളുടെയും ഓരോ ആളുകളിലുണ്ടായ ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മളോട് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അവരൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ അവനെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചില്ല, അവൻ നല്ല വ്യക്തിയായിരുന്നു, എന്തായാലും അവൻ്റെ സംസാരം എന്നിൽ നിന്ന് ഒരുപാട് ക്യാഷ് പിടിച്ചു, എന്നിൽ നിന്ന് ഒരുപാട് എന്താ പറയുക എൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ അവൻ ചോർത്തി, ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു, ഒരു അബദ്ധവശാൽ എല്ലാം തുറന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും പെൺകുട്ടിയായ നീ മനസ്സിലാക്കിക്കോളൂ, ഇനിയെങ്കിലും പെൺകുട്ടിയായ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സൗഹൃദം കൂടുന്ന ആളുകളോട് അമിതമായി ഇടപഴകി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അതായത് അടി മേടിക്കരുത്. മനസ്സിലായോ? എന്താണ് അടിയല്ല, തിരിച്ചടി മേടിക്കരുത് എന്ന് തന്നെ പറയാം. എന്താ പറയുക, അതിൻ്റെ ആഘാതം നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അതിൻ്റെ അപ്പുറമായിരിക്കും. സ്നേഹം നടിക്കും, വാത്സല്യത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കും. ഇത്തരത്തിലുള്ള ബോയ്സിന്, അതായത് പുരുഷന്മാർക്ക് എന്താ പറയുക ഭയങ്കര സ്കിൽസാണ്. അതായത് സ്നേഹത്തോടു കൂടി പെരുമാറാനും വാത്സല്യം കൊടുക്കാനും കെയറിങ് കൊടുക്കാനും എല്ലാത്തിനും വളരെയധികം മിടുക്കന്മാരാണ്. അപ്പോൾ ഇത്തരം മിടുക്കന്മാരുടെ ഇടയിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഗോവിന്ദ. മനസ്സിലായോ? ജീവിതം പിന്നെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ?
അപ്പം നമുക്ക് എന്താ പറയുക, ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ, ഇതൊരു എന്താ പറയുക, ഇത് ജസ്റ്റ് നമ്മുടെ അനുഭവങ്ങളിലൂടെ എന്താ പറയുക പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ വന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ അല്ലേ, ജസ്റ്റ് നമുക്കറിയാവുന്ന ചിന്തകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകും. അപ്പോൾ ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതെന്ത് ചെയ്യുന്നു, എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു മെസ്സേജാണ്. കാരണം എന്താ അറിയോ, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മറ്റുള്ളവർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് അവരെന്നോട് പറയും, ഇനിയെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു അവസ്ഥ അവരുടെ ജീവിതം കടന്നു പോകുന്ന ആ അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കട്ടെ എന്നാണ് ഷെയർ ചെയ്യുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഒരു പെൺകുട്ടി പോലും എൻ്റെ വീഡിയോ കാണുന്ന ഒരു പെൺകുട്ടി പോലും എന്താ പറയുക, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലീസ്, നിങ്ങൾ എന്താണെന്നറിയോ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. മനസ്സിലാക്കട്ടോ, പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായി കാണാം. ഓക്കെ, ബൈ ബൈ.